രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് താമസിച്ചു. Two brothers lived together. Yes, two brothers lived together. രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് താമസിച്ചു. അവരുടെ പേരുകൾ വഡോല്യ, നിക്കി എന്നായിരുന്നു. രണ്ടാളെ പേരാ. അവരുടെ പേരുകൾ their names were, അവരുടെ രണ്ടുപേരുടെയും പേരുകൾ വഡോല്യ ആൻഡ് നിക്കി. വേണമെങ്കിൽ നമുക്ക് റെസ്പെക്റ്റീവ്ലി എന്നൊക്കെ ചേർക്കാം, യഥാക്രമം എന്ന് പറയാൻ. അവർ സന്തുഷ്ടരായിരുന്നു. they were happy. Yes, they were happy. അവർ ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും ചെയ്തു. they both, അവർ രണ്ടുപേരും played together and studied together. നമുക്ക് നോക്കാം. they played and studied together, ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും ചെയ്തു. വഡോല്യ ജ്യേഷ്ഠനായിരുന്നു. വഡോല്യ was older brother, മൂത്ത ആൾക്ക് older brother എന്ന് പറയാം. നിക്കി ഇളയ സഹോദരൻ ആയിരുന്നു. നിക്കി was the younger brother, നിക്കി ഇളയ സഹോദരൻ ആയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിക്കി സങ്കടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ സം ടൈം അല്ലെ ആഫ്റ്റർ എ വൈൽ, നിക്കി സങ്കടപ്പെട്ടു. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം. നിക്കി ഫെൽറ്റ് സാഡ്, ഫീലിൻ്റെ പാസ്റ്റ് ആണ് ഫെൽറ്റ്. നിക്കിക്ക് സങ്കടം വന്നു. അവൻ ചിന്തിച്ചു. ഹീ തോട്ട്, തിങ്കിൻ്റെ പാസ്റ്റ് ഉപയോഗിക്കാം. അവൻ ചിന്തിച്ചു, എൻ്റെ സഹോദരൻ എന്നേക്കാൾ മികച്ചവനാണ്. എൻ്റെ സഹോദരൻ എന്നേക്കാൾ മികച്ചവനാണ്. മൈ ബ്രദർ ഈസ് ബെറ്റർ ദാൻ മീ. എൻ്റെ സഹോദരൻ എന്നേക്കാൾ മികച്ചവനാണ്. അവൻ പഠിക്കാൻ മിടുക്കനാണ്. ഹി ഈസ് ഗുഡ് അറ്റ് സ്റ്റഡീസ്. അവൻ പഠനത്തിൽ മിടുക്കനാണ്. ഗുഡ് അറ്റ് എന്നാണ് പറയട്ടോ. അവന് കൂടുതൽ ഹോബികളുണ്ട്. ഹി ഹാസ് മെനി ഹോബീസ്. ഇവിടെ ഹി ഹാസ് മോർ ഹോബീസ്, ഒരുപാട് ഹോബികളുണ്ട്. അവൻ മിടുക്കനാണ്. ഹീസ് ക്ലവർ. ഇവിടെ ഹീസ് സ്മാർട്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. നിക്കിക്ക് അസൂയ തോന്നി. ഞാൻ എപ്പോഴും പറയലുണ്ട്, പിന്നെ മനസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിക്കി ഫെൽറ്റ് ജലസി എന്ന് പറഞ്ഞാൽ അസൂയാണ്. നിക്കിക്ക് അസൂയ തോന്നി. വഡോല്യക്ക് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൻ കരുതി. വഡോല്യ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൻ കരുതി. ഹീ തോട്ട്, അവൻ വിചാരിച്ചു. വഡോല്യ ഡിഡിൻ കെയർ എബൌട്ട് ഹിം, അവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഒരു ദിവസം നിക്കി ഒരു പെർഫ്യൂം കുപ്പി പൊട്ടിച്ചു. വൺ ഡേ നിക്കി ക്രഷ്ഡ് ഓർ ബ്രോക്കഡ് എ പെർഫ്യൂം ബോട്ടിൽ. ബ്രോക്കഡ് അല്ല, ബ്രോക്ക്. വൺ ഡേ, ഒരു ദിവസം, നിക്കി ബ്രോക്ക് എ ബോട്ടിൽ ഓഫ് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ നിക്കി പൊട്ടിച്ചു. അത് വഡോല്യക്ക് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ഫോർ വഡോല്യ, അല്ലെങ്കിൽ വെരി സ്പെഷ്യൽ ടു വഡോല്യ. പക്ഷേ നിക്കി ക്ഷമ പറഞ്ഞില്ല. പക്ഷേ നിക്കി ഡിഡ് നോട്ട് അപ്പോളജൈസ്. ക്ഷമാപണം നടത്തുന്നതിന് അപ്പോളജൈസ് എന്ന് പറയും ഇവിടെ. ബട്ട് നിക്കി ഡിഡ് നോട്ട് സേ സോറി. നിക്കി എന്തില്ല, സോറി പറഞ്ഞില്ല. അവൻ സാധാരണമായി പെരുമാറി. ഹി ആക്റ്റഡ് നോർമലി. അവർ വഴക്കിട്ടു. ദേ ഫോട്ട് ഈച്ച് അതർ, അല്ലെങ്കിൽ അത് ഫോട്ട് എന്ന് പറഞ്ഞാൽ ശണ്ട കൂടി എന്നാണ്. ദേ ഹാഡ് എ ഫൈറ്റ്, അവർ തമ്മിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിൽ ഒരു ചെറിയ അടി ഉണ്ടായി. ദേ ഹാഡ് എ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് തല്ലുകൂടി. അവർ പറഞ്ഞു, നമ്മൾ ഇനി സംസാരിക്കില്ല. ദേ ബോത്ത് സെഡ്, അല്ലെങ്കിൽ ദേ സെഡ്, അവർ പറഞ്ഞു. വി വോണ്ട് ടോക്ക് എനിമോർ, വി വിൽ നോട്ട് ടോക്ക് എനിമോർ, നമ്മൾ ഇനി പരസ്പരം സംസാരിക്കില്ല.
അതിനുശേഷം വടോല്യ ശാന്തയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് വടോല്യ വാസ് കാം, വളരെ ശാന്തയായി. പക്ഷേ നിക്കി വിഷമിച്ചു. ബാറ്റ് നിക്കി ഫെൽറ്റ് ബാഡ്, നിക്കിക്ക് അതൊരു വിഷമമായി. പിന്നെ വടോല്യ വന്ന് പറഞ്ഞു, നമുക്ക് വീണ്ടും സുഹൃത്തുക്കളാകാം. ദെൻ വടോല്യ കെയിം ആൻഡ് സെറ്റ്, വടോല്യ വന്ന് പറഞ്ഞു, ലെറ്റ്സ് ബി ഫ്രണ്ട്സ് അഗെയിൻ, നമുക്ക് വീണ്ടും എന്താവാം, കൂട്ടുകാരാവാം. അവൻ നിക്കിയോട് ക്ഷമിച്ചു. ഹി ഫോർഗേവ് നിക്കി, ഫോർഗീവിൻ്റെ പാസ്റ്റാണ് കേട്ടോ, ഫോർഗേവ്. അവൻ നിക്കിയോട് ക്ഷമിച്ചു. നിക്കി സന്തോഷിച്ചു. നിക്കി ബിക്കെയിം ഹാപ്പി, അല്ലെങ്കിൽ നിക്കി വാസ് ഹാപ്പി, നിക്കി സന്തോഷവാനായിരുന്നു. സഹോദരൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഹി ന്യൂ ഹിസ് ബ്രദർ ലവ്ഡ് ഹിം, അവൻ്റെ സഹോദരൻ അവനെ സ്നേഹിക്കുന്ന അവൻ അറിയാമായിരുന്നു. അവർ കെട്ടിപ്പിടിച്ച് വീണ്ടും അടുത്തു. ദേ ഹഗ്ഡ് ആൻഡ് ബിക്കെയിം ക്ലോസ് അഗെയിൻ, പരസ്പരം ആലിംഗനം ചെയ്തവർ വീണ്ടും ക്ലോസായി, അടുത്തു. ഓക്കെ.